സോഷ്യൽ മീഡിയ വിചാരണ ചെയ്ത് കുറ്റം ചാർത്തിയ കാരണത്താൽ ആത്മഹത്യ ചെയ്ത വ്യക്തിയെ കൊന്നത് നിങ്ങളും കൂടിയാണ്. എന്താ സംശയമുണ്ടോ? കോൺഫ്ലിക്റ്റ് ടൂറിസം എന്നത് സൈക്കോളജിയിലും മീഡിയ സ്റ്റഡീസിലും ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. എന്താണ് അതിൽ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ യാതനകൾ, ദുഃഖങ്ങൾ, പേടി, മനുഷ്യർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്നിവ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. എന്നാൽ അതുവഴി ഉണ്ടാകുന്ന ഏതൊരു ഭവിഷ്യത്തിനും അവർ ഉത്തരവാദിയായിരിക്കുന്നതല്ല. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. മറ്റുള്ളവരെ നിരീക്ഷിക്കാനും ഒരാളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാനുള്ള കഴിവ് ജന്മവാസനയാണ്, അഥവാ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ആ ജന്മവാസന വിജിലൻ്റ് ആകാനും പ്രതിരോധിക്കാനും പോപ്പുലേഷൻ നിലനിർത്താനും ദൈവം അവനിലേക്ക് ഇട്ടുകൊടുത്ത നാച്ചുറൽ സ്കിൽസാണ്. ഒരു അപകടം നടന്നാൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനിയൊരു ത്രെറ്റ് ഉണ്ടാകാതിരിക്കാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കും. ആക്സസ് റെസ്ട്രിക്ട് ചെയ്ത പ്രൈവറ്റ് ഇടങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു വീട്ടിൽ ഒളിച്ചു കിടക്കുന്നതാണ് കള്ളന്മാർക്ക് ഹരം. സ്റ്റാൻലിദാസ് പറഞ്ഞ പോലെ റിസ്ക് കൂടുമ്പോൾ ത്രില്ല് കൂടുന്നു. ഒരു വഴക്ക് നടക്കുമ്പോൾ നിങ്ങൾ ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നവരോട് അതിൻ്റെ അഭിപ്രായം പറയും. ദുരന്തങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തുന്നത് വരെ നിങ്ങൾ ആഘോഷിക്കും. അതുകൊണ്ട് അയൽക്കാർ വഴക്കിടുന്നതോ അമേരിക്ക ബോംബിടുന്നതോ കണ്ടാൽ നിങ്ങൾക്ക് ഹരമാണ്. കാരണം ആ കളിയിൽ നമ്മളില്ലല്ലോ. കളി അറിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ടീമിൻ്റെ പക്ഷം പിടിക്കും. അത് ട്രൈബൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഒന്നിലുമില്ല എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് കിട്ടുന്നത് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയിലാണ്. ഈ മനുഷ്യവാസനകളാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ അടക്കമുള്ള മീഡിയ പ്ലാറ്റ്ഫോംസ് ചൂഷണം ചെയ്യുന്നത്. അതിൽ പ്രധാനം വാർ, റയോട്ട്, ക്രൈം സീൻസ്, ഡിസാസ്റ്റർ സോൺസ് എന്നിവിടങ്ങളിൽ മീഡിയ കാണിക്കുന്ന ഫിസിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. വയനാട് ദുരന്തവും റഷ്യ ഉക്രൈൻ യുദ്ധവും അർജുൻ്റെ ലോറിയും എത്ര ആഴ്ചകളാണ് നമ്മളെ TV-ക്ക് മുമ്പിൽ പിടിച്ചിരുത്തിയത്. എന്നാൽ നിങ്ങളറിയാതെ കോൺഫ്ലിക്റ്റ് ടൂറിസത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപകടമാണെന്ന് പോലും അറിയാതെ. അതാണ് ബിഗ് ബോസ്. മനുഷ്യർ തമ്മിൽ പ്രൈവറ്റ് സ്പേസിൽ കാണിക്കുന്നത് കാണാനും അവർ തമ്മിലുള്ള വഴക്കുമടിയും ആസ്വദിക്കാനും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന മോറൽ സുപ്പീരിയോറിറ്റിയും ബിഗ് ബോസ് ഉണ്ടാക്കിയെടുക്കുന്നു. വീഡിയോ എടുത്ത പെൺകുട്ടി ഉപയോഗിച്ച സൈക്കോളജിയും ഇത് തന്നെ. പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് റിയാലിറ്റി ഷോസ്. അനുകമ്പ, സ്നേഹം, വെറുപ്പ്, ആരാധന എന്നീ കാര്യങ്ങൾ നിങ്ങൾക്ക് മത്സരാർത്ഥിയോട് തോന്നും. ബസ്സിൽ നടന്ന വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മോറൽ സുപ്പീരിയോറിറ്റി ട്രിഗറായി പെണ്ണിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ പേജിൽ ഷെയർ ചെയ്തിട്ടുമുണ്ട്. അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ കോടതിയും നിങ്ങൾ ഓരോരുത്തരും ന്യായാധിപരുമായി. അത് തന്നെയാണ് ബിഗ് ബോസ് തരുന്ന പ്രിവിലേജും. മത്സരാർത്ഥി ഇനി തുടരണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് പ്രേക്ഷകരല്ലേ? നിങ്ങൾ ഒരാളെ പുറത്താക്കാൻ വേണ്ടി വോട്ട് ചെയ്യുമ്പോൾ ഞാനൊരു നല്ല ജഡ്ജ്മെൻറ്റ് നടത്തിയെന്ന മോറൽ പവറിൻ്റെ ഇല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. അപകടം മണത്തപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ് അവളെ ഒറ്റയ്ക്കാക്കി നിങ്ങൾ അപ്പുറത്തെ പക്ഷം പിടിച്ചു. കാലുമാറാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ ആ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് സൈക്കോളജിക്കലി സേഫാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർ കൊളോസിയം പോലുള്ള ആംഫി തിയേറ്റേഴ്സ് ഉണ്ടാക്കി മനുഷ്യർ ചോരയിൽ കുളിക്കുന്നത് കണ്ട് ആസ്വദിച്ചു. എന്നാൽ ഇന്നും അതിന് മാറ്റമില്ല. നിങ്ങൾ കാണികളും സോഷ്യൽ മീഡിയ, വെർച്വൽ ആംഫി തിയേറ്ററും ഫോളോവേഴ്സിനെ കൂടെ നിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഇൻഫ്ലുവൻസേഴ്സും.